ഹായ് ഫ്രണ്ട്സ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ വിഭവം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കൊരു സവോള അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും നന്നായിട്ട് ചേർത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ വേണം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ. നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്, അതിൻ്റെ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് ഗ്രീൻ പീസിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില, പുതിനയില, മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. കൂടെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പർ കറി റെഡി.